എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളിന്നുള്ളത് ആലപ്പുഴ കൈജുണ്ടൂക്കിനടുത്തുള്ള ഉടുപ്പി കിച്ചണിലാണ്. പ്യൂർ വെജിറ്റേറിയൻ ഫുഡാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മളിവിടെ പങ്കുവെക്കാൻ പോകുന്നത്. നമസ്കാരം. രാജ. രാജ എവിടെയാ? നാടെവിടെ? നാട് തേനി കമ്പം. തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാട്. എന്തൊക്കെ ടൈപ്പ് ദോശകളാണ് നിങ്ങളിവിടെ ചെയ്യുന്നത്? എന്തോ ദോശകൾ എത്ര ഐറ്റംസ് ദോശകളൊക്കെ? മസാല ദോശ, നെയ് റോസ്റ്റ്, മസാല പൊടി മസാല, പൊടി ആണിയൻ റോസ്റ്റ്, പൊടി ആണിയൻ. സ്പെഷ്യൽ ദോശ എന്തെങ്കിലും ഉണ്ടോ? സ്പെഷ്യൽ ഇവിടുത്തെ മസാല ദോശ. മസാല ദോശ സ്പെഷ്യൽ. റവ റോസ്റ്റ്, റവ മസാല, റവ ആണിയൻ റോസ്റ്റ്. ഒരു വടയുടെ വീട് വയ്ക്കാം. നെയ്റോസ്റ്റാണോ വേണ്ടത്? അഭിഷേകത്ത് വേണ്ടേ? നെയ്റോസ്റ്റ്. ഓക്കെ, നെയ്റോസ്റ്റ് വേണം. ഇഡ്ഡലി വന്നേ. ഇഡ്ഡലി ചേട്ടാ, എന്താ പേര്? ഗോപിനാഥൻ. ഇവിടെ ആലപ്പുഴ കലവൂര് അല്ലേ? നമ്മളത് പൂരിയായിരുന്നു അല്ലേ? പൂരിയും വടയും. പൂരിയും വടയും. നമസ്കാരം ഏട്ടാ. നമസ്കാരം. എന്താ പേരെന്താ? രാജേഷ്. ഉടുപ്പി കിച്ചന്റെ നമ്മുടെ ഓണറാണ് അല്ലേ? എത്ര വർഷമായി നമ്മൾ ഈ ഷോപ്പ് എടുത്ത് തുടങ്ങിയിട്ട്? 12 വർഷമായി. ഇത് എവിടെയാണ്? നമ്മുടെ ഈ ലൊക്കേഷൻ എവിടെയായിട്ടാണ് ഇത്? ആലപ്പുഴ എവിടെയായിട്ടാണ് ഇത്? കൈജുണ്ടൂക്കിനും ഇന്ദ്രാക്ഷനും ഇടയ്ക്കായിട്ട് അല്ലേ? അപ്പോൾ എന്താ ഈ ഉടുപ്പിന്ന് പേര് വരാൻ കാരണം എന്താ നമ്മുടെ ഈ ഹോട്ടലിന്? ഓൾറെഡി ഞങ്ങൾ ഉടുപ്പിക്കാരാണ്. പക്ഷേ ഞാൻ ജനിച്ചത് ഇവിടെ തന്നെയാണ്. എൻ്റെ അപ്പൂപ്പനും അമ്മയൊക്കെ ഉടുപ്പിയാണ്. അതുകൊണ്ടാണ് ആ ബ്രാൻഡ് ഇട്ടത്. ശരി ശരി. ഇപ്പോൾ എത്ര മണി തൊട്ടാണ് നമ്മളിവിടെ ഓപ്പൺ ടൈം? രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ. എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കൂടുതലും? രാവിലെ ഉപ്പുമാവുണ്ട്, മസാല ദോശ ഉണ്ട്, ഇഡ്ഡലി, വട, പൂരി, അങ്ങനെ പൊടി ദോശ. പിന്നെ ഉച്ചയ്ക്ക് ദോശയുടെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഊണുണ്ട്. വൈകുന്നേരം റവ റോസ്റ്റ് ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, പൂരി ഉണ്ട്, പിന്നെ ദോശ ഐറ്റംസ്.
എല്ലാ ദിവസവും ഓപ്പണാണോ നമ്മുടെ ഷോപ്പ്? എല്ലാ ദിവസവും സൺഡേ ഒഴികെ ബാക്കി എല്ലാ ദിവസവും എല്ലാ ദിവസവും ഓപ്പണാണ്. സൺഡേ ഹോൾഡേ അവിടെയാണ്. ഊണ് എങ്ങനെയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്? ഒരു ഊണിന് നമ്മൾ എങ്ങനെയാണ് ചാർജ് 80 രൂപ. 80 രൂപയാണ്. പായസം ഉൾപ്പെടെയാണോ? പായസം, പരിപ്പ്, ചമ്മന്തി എല്ലാം ഉൾപ്പെടെയാണോ? 80 രൂപ ഉള്ളു. അത് ഇലയിലാണോ കൊടുക്കുന്നത്? ഇലയിലാണ്. വാഴയിലാണോ? ചമ്മന്തി, സാമ്പാർ, മുളക് ചമ്മന്തി അല്ലേ? അത് മതി. ഇഡ്ഡലി, മസാല ദോശ, നെയ് റോസ്റ്റ് അല്ലേ? നെയ് റോസ്റ്റ് അല്ലേ ഇഷ്ടം? ഓക്കെ, നമുക്ക് ഇഡ്ഡലി കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ട്? നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റേ അച്ഛനുണ്ടാക്കുന്ന അതേ വീഡിയോ ആ, അതേ സോഫ്റ്റ് ആണ്. സോഫ്റ്റ് ഇല്ല. കട്ടിട്ട് ഉച്ചയ്ക്ക് ഊണിനുള്ളതല്ലേ? എത്രയോടെ ഞാൻ ഊണ് റെഡിയാവും? അപ്പം 11:15 ഊണെല്ലാം റെഡിയാവും. ചെടികളാണ് അരിയുന്നത്. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ഹരികുമാർ. ഹരികുമാർ. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ഹരികുമാർ. ഹരികുമാർ. പുളിശ്ശേരി. ഓ, പരിപ്പോടെ അല്ലേ? രസോടെ കൊള്ളാം. എന്തൊക്കെ ഐറ്റംസ് അപ്പോൾ ഉള്ള? തോരൻ, ക്യാബേജ് തോരൻ അല്ലേ? ക്യാബേജ് തോരൻ, അവിയൽ, കിച്ചടി അല്ലേ? കിച്ചടി, അവിയൽ, അവിയല്, പുളിശ്ശേരി, പരിപ്പ്, പച്ചമോര്. ആ ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താ പേരെങ്ങനെ? നിസാറുദ്ദീൻ. ഓക്കെ. അപ്പോൾ ഇവിടെ സ്ഥിരം വരുന്നൊരു കസ്റ്റമറാണോ ഇവിടെ? ഈ കട തുടങ്ങിയ നാൾ മുതൽ ഇതുവരെ ഈ കട വിട്ട് പോയൊരു ഭക്ഷണം കഴിക്കാറില്ല. അതെന്താണ് കാരണം മനുഷ്യന് പറ്റുന്ന രീതിയിലുള്ള ആഹാരം, ഓക്കെ അമിതമായ വിലയില്ല, ഓക്കെ അമിതമായിട്ടുള്ള ഇവിടെ വാഴയിലെ തേങ്ങ ചമ്മന്തി, അച്ചാറ്,
മതി കുറച്ചിട്ടാ മതി. മതി മതി പപ്പടം, മാങ്ങാച്ചാറ്, തേങ്ങാച്ചമ്മന്തി, കിച്ചടി, അവിയൽ, തോരൻ, ഒരു ഐറ്റംസാണ്. ഇവർ അത് ചാർജ് ചെയ്യുന്നത് 80 രൂപയാണ് ഇതിന് ചാർജ് ചെയ്യുന്നത്. പരിപ്പ് സാമ്പാർ. പരിപ്പ് ഒഴിച്ചു കാരണം സാറ് ഒഴിച്ചാൽ എനിക്ക് പരിപ്പിച്ചു പരിപ്പ് വേണം. നമുക്ക് പപ്പടവും പരിപ്പും കൂട്ടി കഴിക്കാം. സാമ്പാറോ? എന്നിട്ട് സാമ്പാർ കൊടുത്താലേ സാമ്പാർ കട്ട് ചെയ്യട്ടെ വേണ്ട എടുത്തു. അപ്പോൾ നമ്മൾ പരിപ്പും പപ്പടവും കൂടിയിട്ടാണ് മിക്സ് കഴിക്കുന്നത്. ഇച്ചിരി അവിയലും കൂടെ നമുക്ക് ഇടാം. ചമ്മന്തി, എനിക്ക് കുറച്ചൊക്കെ തെറ്റുന്നുണ്ട് ഇതിൻ്റെ ബാലൻസ് അവിടെ പോകും. നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. എങ്ങനെയുണ്ട് അമിത ഫുഡെല്ലാം? അടിപൊളി അടിപൊളിയാണ്. നല്ല ടേസ്റ്റാണോ ഫുഡെല്ലാം? അപ്പോൾ ഇവിടുത്തെ ഫുഡെല്ലാം കഴിച്ചു. ഫുഡെല്ലാം നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഫുഡുകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കമൻ്റ് ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. പിന്നെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുള്ളത്, നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റേഷൻ ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ടുകൾ കൊണ്ടാണ് നമുക്ക് ആ മോണിറ്റേഷൻ കിട്ടിയത്. ഇനിയും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകളും എല്ലാം നമുക്ക് നൽകുക. ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അയയ്ക്കുക. അടുത്ത വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.